കൊയിലാണ്ടി കുന്നോറമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. കുന്നിന് മുകളിൽ 11 വീടുകളാണ് അപകട ഭീഷണിയിലുള്ളത്. കുത്തനെയുള്ള ചരിവുകളിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. മണ്ണ് പരിശോധന വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. VS രഞ്ജിത്താണ് വിവരങ്ങളുമായുള്ളത്. VS രഞ്ജിത്ത്, ഇപ്പോൾ ഇത് ഈ NH പോകുന്ന പാതയാണോ? അങ്ങനെയുള്ള പാതയ്ക്ക് അരികിലുള്ള സ്ഥലം ഏറ്റെടുക്കൽ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് റോഡ് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ കടന്നത്. അത് സംസ്ഥാന സർക്കാർ കൂടി ചെലവ് വഹിച്ചുകൊണ്ട് വിഹിതം നൽകിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ളൊരു പ്രശ്നപരിഹാരമാണ് ഇതിൽ കണ്ടിരുന്നത്. അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ മുഴുവൻ ഭൂമിയും കൊടുക്കാതെ, മുഴുവൻ ഭൂമി ആവശ്യമില്ല, അതിൻ്റെ ഭാഗികമായ സ്ഥലത്ത് വീടുകൾ നിൽക്കുന്നവർക്കാണ് വലിയ അപകട ഭീഷണിയുള്ളത്. അതാണോ ഇപ്പോൾ കൊയിലാണ്ടിയിൽ കാണുന്നത്, രഞ്ജിത്ത്? ഇവിടെ ഷിരൂരിന് സമാനമായ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാണുന്നത് 30 മീറ്റർ ഉയരത്തിലുള്ള കുന്നാണ്. ഇതിന് മുകളിലാണ് 12-15ഓളം വീടുകൾ ഇതിൻ്റെ മുകളിലുള്ളത്. ഇതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഇവിടെ കുന്നിടിഞ്ഞ് വീണത്. അതിനുശേഷം തുടർച്ചയായി കുന്നിടിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കുന്നിടിഞ്ഞ് വീണത് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ കുന്ന് ഇവിടെ ഇടിഞ്ഞ് വീണിട്ടുള്ളത്. ഈ കുന്നിടിഞ്ഞ് വീണ ഈ മണ്ണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വെറും ചളിയാണ്. ഈ ഇതുപോലുള്ള ഒരു ഉറപ്പുമില്ലാത്ത മണ്ണാണ് ഇതിൻ്റെ അടിഭാഗത്തുള്ളത്. ഇത് ഇടിഞ്ഞ് വീഴുകയാണ്. ഇത് ഇടിഞ്ഞ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം മണ്ണ് പരിശോധന നടത്തണം. ഇപ്പോഴാണ് നാട്ടുകാർ മണ്ണ് പരിശോധന നടത്താൻ പറയുമ്പോൾ അധികൃതർ മണ്ണ് പരിശോധനയ്ക്ക് തയ്യാറാവും. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയാൽ, മിജേഷ്, ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കല്ലിട്ടത് കാണാൻ പറ്റും. ഈ കല്ല് വെച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ട് ഈ ദേശീയപാത അതോറിറ്റിക്കാർ ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ അവിടെ ഓട്ടയടച്ച് വെച്ചിരിക്കുന്ന ആ തുണി കെട്ടിയ ഭാഗം എന്ന് പറയുന്നത് ഓട്ടയടച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഭാഗത്ത് മണ്ണിടിക്കുന്നു. മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ഉണ്ടാകുന്ന വലിയ പാറക്കല്ലുകളാണ്. ഈ വലിയ പാറക്കല്ലുകളാണ് ഈ നിരത്തിലേക്ക്, ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീഴുന്നത്. ഈ തൊട്ടടുത്ത് കാണുന്ന വീട് ഈ അമ്മയുടെ വീടാണ്. അമ്മയുടെ പേരെന്താ? ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ട്. ഈ മണ്ണിടിഞ്ഞ എപ്പോഴാണ്? ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഈ വീടിൻ്റെ, ഈ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച വീടിൻ്റെ ഉടമസ്ഥയാണ് ഈ അമ്മ. സ്വാഭാവികമായിട്ടും ഇവരെപ്പോലുള്ള ആളുകൾ താഴത്ത് താമസിക്കുന്നുണ്ട്. 12 വീടുകൾ മുകളിലാണെങ്കിൽ താഴെ താമസിക്കുന്നു. നിങ്ങൾ ഈ പരാതി പറഞ്ഞിരുന്നു? പരാതി കുറേ പറഞ്ഞു, അവർ അനുസരിക്കുന്നില്ല തീരെ. പിറ്റേന്ന് ഇവിടെ ഷാഫി അന്നേരം പറഞ്ഞ് പിറ്റേന്ന് എടുത്ത് മാറ്റിത്തരാൻ പറഞ്ഞ് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ല. മുറ്റത്തിറങ്ങാൻ കൂടിയും വൈകുന്നില്ല. ഈ മണ്ണിടിഞ്ഞ് വീണത് മൂലം ഈ അമ്മയ്ക്ക് ഇവിടെ നടന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ മണ്ണ് മാറ്റി വേണം ഇവരെ ഈ വീട്ടിലേക്കുള്ള റോഡ് പോലും മാറ്റിക്കൊടുക്കാൻ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. ഇപ്പോഴും റോഡ് മാറ്റിയിട്ടില്ല. ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്താണ് ഈ ഒരു കുന്നിടിച്ചിൽ ഭീഷണി? ഇപ്പോൾ വാഗാടാണ് ഇതിൻ്റെ കരാറുകാർ. എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിൽ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബഗാടിൻ്റെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞതാണ്. ഇതെന്തായാലും ഭൂമി ഇവരെന്തായാലും ഇവിടെ ശാശ്വതമല്ല. ഇത് പിന്നെ സോയിങ് നെയിൽ ഇവിടെ തീരെ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റായ പദമായ മണ്ണാണ് ഇവിടെ. ശരിക്കും തോണ്ടിയാൽ കയ്യിൽ വരുന്ന അതേ ഒരു അത്രയും ഉറപ്പില്ലാത്തൊരു മണ്ണാണ്. ഷാഫി പറമ്പിൽ എല്ലാ വീടുകളിലും പിന്നെ ഇവിടെ ഭീഷണി നേരിടുന്ന വീടുകളിലൊക്കെ പോയി പിന്നെ ഓരോരോ വീടുകളിലും പോയിട്ട് വീടുകളിനൊക്കെ വിള്ളലുണ്ട്. ചില വീടുകളിനൊക്കെ വിള്ളലുണ്ട്. അത് മാത്രമല്ല ഒരു 11.5 മീറ്റർ പിന്നെ നീളത്തിലാണ് ഈ കമ്പി അടിച്ചിട്ടത്. കമ്പി അടിച്ചിട്ടത് കമ്പീൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ഒരു പൈപ്പ് തുറന്നിട്ടാൽ വരുമ്പോഴുള്ള വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 12 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കണമെന്നും പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യം? അതെ, അത് എന്തായാലും മാറ്റി താമസിക്കാൻ വേണ്ട നടപടികൾ അന്ന് തന്നെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ അന്ന് നാഷണൽ ഹൈവേ ആൾക്കാരോട് പറഞ്ഞത്. അവർ അന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി മാറാനുണ്ട്. സ്മൃതി, ഇതിന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വോൾ എന്ന് പറയുന്നത് വെറും ഈ സിമൻറ്റ് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കമ്പികൾ കാണാൻ പറ്റും. ഈ പട്ടിക്കൂട്ടിനെ കടിക്കുന്ന കമ്പി പോലത്തെ കമ്പി അടിച്ചിട്ട് അതിലേക്ക് സിമൻറ്റ് അടിച്ച് കയറ്റുകയാണ്. ഇതൊരു ഉറപ്പുമില്ലാത്ത വോളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്ത് ചെയ്യേണ്ട വോൾ എന്ന് പറയുന്നത് എഞ്ചിനീയർമാർക്ക് അറിയാം. ബ്രസ്റ്റ് വോൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ബ്രസ്റ്റ് വോളാണ് ഇത്തരത്തിലുള്ള കുന്നുകൾ ഇടിച്ചു കഴിഞ്ഞാൽ കുന്നിൻ ചെരുവിലുള്ള റോഡുകളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബ്രസ്റ്റ് വോളിൻ്റെ ഏറ്റവും പ്രത്യേകത, ഇതിപ്പോൾ നേരത്തെ വാർഡ് കൗൺസിലർ പറഞ്ഞ പോലെ ഇവിടുന്ന് വെള്ളം പുറത്തേക്ക് വരും. ഈ വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുഴലുകളാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുഴലുകളിലൂടെ വെള്ളം പുറത്തു വന്നാൽ പോലും ഇത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബ്രസ്റ്റ് വോൾ ആവുന്ന സമയത്ത് ആദ്യം ഗേബിയോൺ എന്ന് പറയുന്ന
ഒരു അറയുണ്ടാക്കും. ആ അറയിൽ ഈ നാട്ടിന് അനുയോജ്യമായ കല്ലുകൾ നിറയ്ക്കുന്ന അറയായിരിക്കും. ആ അറയ്ക്കുള്ളിലൂടെ വെള്ളം പുറത്തു വരാനും അതിനുശേഷം ഉറച്ച കോൺക്രീറ്റുകൾ കൊണ്ടുള്ള ഭിത്തി ഉണ്ടാക്കും. അങ്ങനെ 2-3 അറകളുള്ള ഈ സംവിധാനമാണ് ബ്രസ്റ്റ് ബോൾ അഥവാ സ്തനഭിത്തികൾ എന്നറിയപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കേണ്ടത്. അത് വേണമെന്ന് ഇതിൻ്റെ ആലോചനാഘട്ടത്തിൽ ചില എഞ്ചിനീയർമാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കരാറുകാർ അതിന് സമ്മതിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിരൂർ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഉറച്ച ഭിത്തികൾ, ബ്രസ്റ്റ് ബോൾ പോലുള്ള സംവിധാനങ്ങൾ ഈ നാട്ടുകാർക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ സ്വൈര്യമായി കടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം. അതിന് 2 കാര്യങ്ങളാണ്. ഇവിടെ ബ്രസ്റ്റ് ബോൾ ഉണ്ടാക്കണം. ഇതിന് മുകളിലുള്ള ഈ 12 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ച് ആ സ്ഥലം കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്മൃതി, വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊയിലാണ്ടിയിലുണ്ട്. കുന്നോറമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി, നിരവധി വീടുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത.